ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ ഉൽപ്പന്നങ്ങൾക്കും അമേരിക്ക 25% തീരുവ ഏർപ്പെടുത്തി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് അധിക പിഴ ചുമത്തുമെന്ന് ട്രംപിൻ്റെ ഭീഷണി. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ ആഘാതങ്ങൾ സൃഷ്ടിക്കും. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയെ ഇത് പ്രതികൂലമായി ബാധിക്കും. പുതിയ താരിഫുകൾ US-ലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി 30% വരെ കുറയ്ക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ട്രംപിൻ്റെ താരിഫുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കും? ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കോൺഗ്രസ് നേതാവും MLA-യുമായ മാത്യു കുഴൽനാടൻ, BJP-യിൽ നിന്ന് അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ PJ വിൻസെൻ്റ്, MBEDA മുൻ ചെയർമാൻ ഡോക്ടർ KN രാഘവൻ എന്നിവർ. ആദ്യം ശ്രീ PJ വിൻസെൻ്റ്, ട്രംപിൻ്റെ താരിഫുകൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് സൃഷ്ടിക്കുക? ഈ നയം, ട്രംപിന്റെ ഈ പകരച്ചുങ്ക നയം കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ വളരെ പ്രതികൂലമായി ബാധിക്കും. അത് സംബന്ധിച്ചുള്ള ധാരാളം റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ചുങ്കം 20% പോലും ഇന്ത്യയുടെ GDP-യിൽ അത് 0.5% കുറവുണ്ടാക്കും എന്നുള്ളതാണ് വസ്തുത. ഇപ്പോൾ 25% ചുമത്തിയിട്ടുള്ളത്. അതിനു മേലെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഒരു ശിക്ഷാ നടപടി എന്ന നിലയിൽ ഒരുപക്ഷെ 10% കൂടി നികുതി ചുമത്തിയേക്കാം എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയറ്റുമതി മേഖലയെ ഗുരുതരമായി ബാധിക്കും. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമാണ്. അതേസമയം നമ്മൾ ഇറക്കുമതിയെ ഈ യൂറോപ്പിൽ നിന്നും ചൈനയും ഒക്കെയാണ് നമ്മൾ ഇറക്കുമതിക്ക് കാര്യമായി ആശ്രയിക്കുന്നത്. റഷ്യയുമൊക്കെയാണ്, പ്രത്യേകിച്ച് ആയുധങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ റഷ്യയെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. ഇപ്പോൾ 2024-25 സാമ്പത്തിക വർഷത്തിൽ ലഭ്യമായ കണക്ക് പ്രകാരം 86.16 ബില്യൺ US$ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്നുണ്ടായത്. അതേസമയം ഇതേ കാലയളവിൽ ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതി 45 ബില്യൺ US$ വരുന്നുള്ളൂ. അപ്പോൾ വളരെ കൃത്യമായ ഒരു വ്യാപാര മിച്ചം ഇതിലുണ്ട്. ഇന്ത്യ US ട്രേഡിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നിർണായകമായി കുറച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ് ട്രംപിന്റെ നയം. അതിന് അമേരിക്കൻ നാഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നോക്കിക്കാണുമ്പോൾ അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. കാരണം അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരത്തിൽ അമേരിക്കയിലേക്ക് സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ അമേരിക്ക ചുമത്തുന്നത് വളരെ ചെറിയ താരിഫാണ്. എന്നാൽ ആ രാജ്യങ്ങൾ പ്രൊട്ടക്റ്റീവ് താരിഫ് നടപ്പാക്കുന്നു. അതിൽ ഇന്ത്യ ഉണ്ട്, ഫിലിപ്പൈൻസ് ഉണ്ട്, വിയറ്റ്നാം ഉണ്ട്, ഇന്തോനേഷ്യ ഉണ്ട്, യൂറോപ്യൻ യൂണിയൻ ഉണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളുണ്ട്. അങ്ങനെ ലോകത്തിലെ വലിയൊരു സംഘം രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ് അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കാനുള്ള ഏക കാര്യം എന്നാണ് ട്രംപിന്റെ നയം. അതുകൊണ്ട് ഒരു ഡിക്ലൈനിങ് സൂപ്പർ പവർ ആണ് അമേരിക്ക. അപ്പൊ അതിനെ വീണ്ടും തിരിച്ച് പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ, മാഗ എന്ന പ്രസ്ഥാനം അദ്ദേഹം ആരംഭിക്കുന്നത്. അപ്പോൾ മാഗയുടെ ഭാഗമായിട്ടാണ് ഈ പകരച്ചുങ്കം ഏർപ്പെടുത്തുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയറ്റുമതി മേഖലയെ എല്ലാം പ്രതികൂലമായി ബാധിക്കും. നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽസ്, ഇലക്ട്രോണിക്സ് മെഷീനറി, ന്യൂക്ലിയർ മെഷീനറി, അതുപോലെ ടെക്സ്റ്റൈല്, അതുപോലെ ഫിഷറീസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലയിലും
ഗുരുതരമായ പ്രതിസന്ധി ഈ നയം മുന്നോട്ട് പോയാൽ ഉണ്ടാക്കും. അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള വളരെ സമീപകാലത്ത് വർദ്ധിച്ചു വന്ന സഹകരണവും തന്ത്രപരമായ സഹകരണവും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഈ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംഘർഷാത്മകമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. സമീപ കാലത്താണ് അല്പം ഗുണകരമായ രീതിയിലേക്ക് ആ ബന്ധം മാറിയത്. ഇന്ത്യക്ക് ചുറ്റും ചൈന അതിന്റെ സ്വാധീന മേഖലകൾ സൃഷ്ടിക്കുകയും ഇന്ത്യയെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുക എന്ന തന്ത്രമാണ് ചൈന സ്വീകരിക്കുന്നത്. ഇത്തരമൊരു ഘട്ടത്തിൽ ഇന്ത്യക്ക് അമേരിക്കൻ സഹായം ആവശ്യമാണ് തന്ത്രപരമായി. അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ സഹായവും ആവശ്യമാണ്. അപ്പോൾ ഞാൻ നടപടിയാണ്. ശരി, ഡോക്ടർ PJ വിൻസെന്റ്, ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ ഈ ചുങ്കനയം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളെ ഇന്ത്യക്ക് പുനർനിർവചിക്കേണ്ടി വരും. കാരണം അമേരിക്കയിലേക്ക് കയറ്റുമതി ഇല്ലാതാകുകയും അമേരിക്ക വളരെ അടുത്ത ഒരു വ്യാപാര പങ്കാളി എന്ന നിലയ്ക്ക് തടസ്സമുണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റ് ബദലുകൾ ഇന്ത്യക്ക് കണ്ടെത്തേണ്ടി വരും. അത് ഏറ്റവും പ്രധാനമായിട്ട് റഷ്യയുമായിട്ട് കൂടുതൽ അടുത്ത ബന്ധങ്ങൾ വളർത്തിയെടുക്കേണ്ടി വരും. യൂറോപ്യൻ യൂണിയൻ, അതുപോലെ ചൈന, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇങ്ങനെ മറ്റു ബദലുകൾ ഇന്ത്യക്ക് സ്വാഭാവികമായിട്ടും സ്വീകരിക്കേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധമാണ്. ചൈനയ്ക്ക് നേരെയും വലിയ രൂപത്തിലുള്ള ചുങ്കം അമേരിക്ക ചുമത്തിയിട്ടുണ്ട്. 2016 തന്നെ ആരംഭിച്ച ചൈന അമേരിക്ക വ്യാപാര യുദ്ധത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചുങ്കം മറ്റ് രാജ്യങ്ങളുടെ മേൽ കൂടി ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യക്കും ചൈനയ്ക്കുമൊക്കെ പല വിധത്തിലും സഹകരിക്കേണ്ടുന്ന ഒരു സാഹചര്യം അമേരിക്ക ഇത്തരത്തിൽ ശക്തമായി ഈ നികുതി നയം നടപ്പാക്കിയാൽ ഉണ്ടാവും. പക്ഷേ ഈ ട്രംപിന്റെ നയം എടുത്തു പരിശോധിച്ചാൽ ട്രംപ് ആദ്യം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമെങ്കിലും പിന്നീട് ഡിപ്ലോമസിയുടെ മാർഗത്തിലുള്ള ചർച്ചയിൽ ഒരു അമിക്കബിൾ സൊല്യൂഷൻ പലപ്പോഴും ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. തുടക്കത്തിൽ, ഈ വർഷത്തിന്റെ തുടക്കത്തിൽ വിയറ്റ്നാമിനെതിരെയൊക്കെ 59% ചുങ്കം ചുമത്തിയത്. ചൈനയ്ക്ക് നേരെ 46% ചുങ്കം ചുമത്തുകയുണ്ടായി. 45% ചുങ്കം ഇന്തോനേഷ്യക്കെതിരെ ചുമത്തി. അതെല്ലാം പിൻവലിക്കുകയുണ്ടായി. ഇപ്പോൾ വിയറ്റ്നാമും ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും അടക്കം ഉള്ള രാജ്യങ്ങളുടെ മേലെ 19% ചുങ്കമാണ് ചുമത്തിയിട്ടുള്ളത്. അത് ചൈനയുടെ നേരെ 30%. അപ്പൊ നമുക്ക് ആ സന്ദർഭത്തിൽ 26% ചുങ്കം ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴത് 25-ലാണ് എത്തി നിൽക്കുന്നത്. അതിന്റെ കൂടെ ഒരു 10% കൂടി ചുമത്തിയേക്കാം. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരു ഡിപ്ലോമസിയുടെ തലം അവിടെയുണ്ട്. ഇത് ഒന്നിന്റെയും അവസാനമല്ല. ട്രംപിന്റെ ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു സമഗ്ര സാമ്പത്തിക വാണിജ്യ കരാർ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ, ഇംഗ്ലണ്ടും തമ്മിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കരാറിൽ ഇപ്പോൾ ഓൾറെഡി ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സമാനമായ രീതിയിൽ ഒരു കരാറ് 2025 ഡിസംബറോടുകൂടി രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതിനു മുമ്പാണ്, ഈ ആഗസ്റ്റ് 7-ന് മുമ്പായി ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല എങ്കിൽ, അതായത് റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി അടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യ അനുകൂലമായ നിലപാടെടുത്തില്ല എങ്കിൽ ഈ ചുങ്കം ചുമത്തി ശിക്ഷിക്കും എന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചത്. അതേസമയം ഓഗസ്റ്റിന് മുമ്പായി ഒരു മിനി ഡീൽ ഉണ്ടാക്കാം എന്ന് കരുതിയിരുന്നു. ആ മിനി ഡീൽ ഉണ്ടാക്കാൻ സാധിച്ചില്ല. ഈ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഒരു അശനിപാതം പോലെ ഒറ്റ പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് ആ രൂപത്തിൽ നടപ്പാക്കിയാൽ അമേരിക്കയ്ക്കും വലിയ പ്രതിസന്ധി ഉണ്ടാകും. നമ്മളിത് ഒരു ഡെവലപ്പിംഗ് കൺട്രി എന്ന നിലയിൽ ഒരുപക്ഷെ നമ്മളെ അത് മാരകമായി ബാധിച്ചേക്കാം, അതിൽ സംശയമില്ല. നമ്മുടെ ഇറക്കുമതി മേഖലയെ ബാധിക്കും, നമ്മുടെ വികസനത്തെ ബാധിക്കും, രൂപയുടെ മൂല്യം കുറയാൻ അത് കാരണമാകും, GDP-യിൽ കുറവുണ്ടാക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ, ഇപ്പോഴും നമ്മൾ 70% ആളുകൾ കൃഷിയെയും ക്ഷീര വ്യവസായത്തെയും ഒക്കെയാണ് ആശ്രയിക്കുന്നത്. നമ്മുടെ കാർഷിക മേഖലയും ക്ഷീര വ്യവസായ മേഖലയും അതുപോലെ ജൈവ പരിവർത്തനം സംഭവിച്ച വിളകൾക്കുള്ള മാർക്കറ്റ് എന്ന നിലയിൽ ഇന്ത്യ തുറന്നു തരണമെന്നുള്ളതൊക്കെയാണ് അമേരിക്കയുടെ ആവശ്യങ്ങൾ. അപ്പോൾ ഈ ആവശ്യങ്ങളെല്ലാം അത്തരത്തിൽ ഇന്ത്യക്ക് സ്വീകരിക്കാനും സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോകുക. അത് എത്രയും വേഗം നടപ്പാക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമായിട്ട് വേണം ഇതിനെ കാണാൻ. ലോകത്തിലെ ഏറ്റവും വലിയ നടപടിയാണ്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ട്രംപ് തന്റെ സുഹൃത്താണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി
ആവർത്തിച്ച് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയോടുള്ള അമേരിക്കയുടെ സമീപനത്തിൽ കാര്യമായ മാറ്റമൊന്നുമില്ലല്ലോ. ഈ ട്രംപിന്റെ ഒരു പൊതു സ്വഭാവം, അദ്ദേഹം രാഷ്ട്രീയപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയും അമേരിക്കയുടെ കാര്യം വരുമ്പോൾ തങ്ങളുടെ രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നയങ്ങളിൽ മാറ്റങ്ങളുണ്ട് എന്ന് കുറെ കാലങ്ങളായി അദ്ദേഹം ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ശ്രീ പി ജെ വിൻസെന്റ് സൂചിപ്പിച്ചത്. അമേരിക്കനൈസേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും അമേരിക്കയുടെ മാത്രം വളർച്ചയെ സംബന്ധിക്കുന്ന ശക്തമായ ചില നിലപാടുകൾ താൻ സ്വീകരിക്കുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് തന്റെ ലക്ഷ്യം എന്നുള്ള ഒരു പൊതു മണ്ഡലം അവിടെ സൃഷ്ടിക്കുക എന്നുള്ളത് കുറെ കാലങ്ങളായി അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു രാഷ്ട്രീയ നയമാണ് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. അത് സാമ്പത്തിക രംഗത്തേക്ക് കൂടി വരുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, അത് അവരുടെ മാത്രം രാഷ്ട്രീയം എന്നുള്ളത് അത് അമേരിക്കയുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ സാമ്പത്തിക ഇടപെടലുകൾ അത് അന്താരാഷ്ട്ര നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര വിപണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വരുമ്പോൾ അത് ആ രാജ്യം മാത്രം തീരുമാനിക്കുന്ന ഒരു വിഷയമല്ല. അത് മറ്റ് പല രാജ്യങ്ങളുടെയും, അത് വികസിത രാജ്യങ്ങളുടെയും വികസിത രാജ്യങ്ങളുടെയും ഒക്കെ നിരവധിയായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും അതുപോലെ തന്നെ ആവശ്യങ്ങളും എല്ലാമായി പരിഗണിക്കുകയും കൂട്ടിച്ചേർക്കുകയും എല്ലാം ചെയ്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അവിടെ ഒരു പക്ഷേ അമേരിക്കയുടെ ആ നയം അല്ലെങ്കിൽ ട്രംപ് എടുക്കുന്ന നയം അത് അമേരിക്കയുടെ ഒരു പൊതുനയം എന്ന നിലയ്ക്ക് കണ്ടുകൂടാ. അത് ട്രംപ് സ്വീകരിക്കുന്ന അവിടുത്തെ താൽക്കാലികമായിട്ടുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു തൻപ്രമാണിത്വത്തിന് വേണ്ടി അദ്ദേഹം കാണിക്കുന്ന ചില നിലപാടുകളുണ്ട്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, സാമ്പത്തിക ഇടപാടുകളിലും സാമ്പത്തിക നിലപാടുകളിലും അദ്ദേഹം സ്വീകരിക്കുന്ന വിഷയം മാത്രമല്ല, അദ്ദേഹം മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം, പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഷയമുണ്ടായപ്പോൾ റഷ്യയുമായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്രായേലിന്റെയും പാലസ്തീന്റെയും വിഷയങ്ങളിൽ ഈ തരത്തിൽ അദ്ദേഹം എടുക്കുന്ന ചില നിലപാടുകൾ തങ്ങളുടേത് ഒരു അപ്രമാദിത്വത്തോടു കൂടി അംഗീകരിക്കേണ്ട തീരുമാനമാണ്, രാഷ്ട്രീയ നിലപാടാണ് എന്ന് മറ്റ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അദ്ദേഹത്തിന്റെ ഒരു ശ്രമം, അത് ഈ സാമ്പത്തിക നയത്തിൽ കൂടി അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നേരത്തെ ശ്രീ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ അമേരിക്ക അതിന്റെ ഒരു ഒപ്റ്റിമൈസേഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. അവരുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ സാമ്പത്തിക നിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒക്കെ അവരൊരു ഡിക്ലൈനിങ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയാണ് ബേസിക്കലി. കഴിഞ്ഞ ഒരു 2-3 വർഷക്കാലത്തെ അമേരിക്കയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ GDP വളർച്ച എന്ന് പറയുന്നത് ഒരു ഡിക്ലൈനിങ് സ്റ്റേജാണ് കാണിക്കുന്നത് ഇന്ത്യയൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. ഒരുപക്ഷെ വാദിക്കാൻ നമുക്ക് നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സമ്പൂർണ്ണമായിട്ടുള്ള വികസിത സ്റ്റേജിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. അതുകൊണ്ട് നമ്മളുടേത് കുറച്ചുകൂടി സ്പീഡിൽ കാണിക്കും വികസനം എന്നുള്ളത്. പെട്ടെന്നുണ്ടാക്കുന്ന വികസനത്തെ അങ്ങനെ ഒരു പെർസെന്റേജ് കണക്കിൽ നോക്കുമ്പോൾ കാണിക്കുമെന്നൊക്കെ നമുക്ക് വാദിക്കാം. പക്ഷെ യഥാർത്ഥത്തിൽ നോക്കുമ്പോൾ അമേരിക്ക ആ തരത്തിലുള്ള ഒരു സാമ്പത്തിക വിഷയത്തെ നേരിടുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അവർ കൊണ്ടുവരുന്ന ചുങ്കത്തെ സംബന്ധിച്ചാണെങ്കിലും അവർ കൊണ്ടുവരുന്ന ചില ശക്തമായിട്ടുള്ള നിലപാടുകൾ എന്ന് പറഞ്ഞ് ചൈനക്കെതിരായിട്ടാണെങ്കിലും റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ട്രംപ് എടുക്കുന്ന നിലപാട്, ട്രംപിന്റെ കുറച്ച് കാലങ്ങളായി അദ്ദേഹം കാണിക്കുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ തൻ്റെതായിട്ടുള്ള ഒരു പ്രമാണിത്വം പ്രധാനപ്പെട്ട ലോകരാഷ്ട്ര ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ വളർന്നു വരുന്ന രാജ്യങ്ങൾ അവരെല്ലാം അംഗീകരിക്കണം എന്നുള്ള ഒരു തിട്ടൂരം അദ്ദേഹം പുറപ്പെടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാൻ. ആ തരത്തിലുള്ള തിട്ടൂരം രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ വില പോകുമായിരിക്കും, പക്ഷെ സാമ്പത്തിക രംഗത്ത് വില പോവുക അത്ര സുഗമമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നടത്തിയ ഒരു സുപ്രധാനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യം മറ്റ് പല രാജ്യങ്ങളിലും റിസഷൻ നേരിട്ട സമയത്ത് പിടിച്ചു നിന്നൊരു രാജ്യമാണ് സാമ്പത്തിക നിലപാടിന്റെ കാര്യത്തിൽ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഇക്കോണമി ആശ്രയിച്ചിരിക്കുന്നത് ഗ്രാമീണ ഇക്കോണമിയുമായി കൂടിച്ചേർന്നുകൊണ്ടാണ്, നമ്മുടെ സേവിങ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം, നമ്മൾ സ്വദേശി വൽക്കരണത്തിലേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ സുപ്രധാനമായി കാണേണ്ടതാണ്. അമേരിക്ക നമുക്കെതിരെ ഒരു സാങ്ഷൻ കൊണ്ടുവന്നാൽ, അവർ ഒരിക്കൽ കൊണ്ടുവന്ന് പരാജയപ്പെട്ട രാജ്യമാണ്, അത് കാണാതിരുന്നുകൂടാ. നേരത്തെ പൊഖ്രാൻ ആണവ പരീക്ഷണം നമ്മൾ നടത്തിയപ്പോൾ നമുക്കെതിരെ സാങ്ഷൻ കൊണ്ടുവന്ന് നമ്മൾ വിറപ്പിക്കാൻ നോക്കിയ രാജ്യമാണ്. ആ വിറപ്പിക്കലൊന്നും പോകില്ല എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് അമേരിക്ക ആ തരത്തിലൊരു ശക്തമായ താരിഫ് നിലപാടുമായി മുന്നോട്ട് പോയാൽ ഇന്ത്യ എടുക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ വാങ്ങൽ കൊടുക്കൽ സംവിധാനത്തിൽ നമ്മൾ എടുക്കുന്ന ചില നിലപാടുകൾ
നമ്മുടെ വാങ്ങൽ ശേഷി അമേരിക്കക്ക് ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മളുടെ ഇമ്പോർട്ട് എക്സ്പോർട്ടിനെ മാത്രമേ അവർ കണക്കാക്കുന്നത്. നമ്മുടെ ഉപഭോഗ സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മളുടെ ഇക്കോണമി അവർക്ക് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഒരു സ്വദേശിവൽക്കരണത്തിന്റെ രീതിയിലേക്ക് തിരിച്ചുപോയാൽ അമേരിക്കൻ കമ്പനികളും അമേരിക്കൻ ഉൽപ്പന്നങ്ങളും നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടും. അതിൽ നിന്ന് കരകയറാൻ ഒരുപക്ഷെ ട്രംപിന് മാത്രമല്ല അമേരിക്കൻ സ്ഥാപനങ്ങൾക്കും അമേരിക്കൻ മൾട്ടിനാഷണൽസും കഴിയാതെ വരും. അതൊരു വലിയ പ്രതിസന്ധി അമേരിക്കക്ക് സൃഷ്ടിക്കും. പിന്നെ അവർ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര ഈസി ആയിരിക്കില്ല ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ തരത്തിലുള്ള വടംവലി. അത് അദ്ദേഹത്തിന് മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഡോക്ടർ കെ എൻ രാഘവൻ, ഞാൻ ചോദിച്ചത് സമുദ്രോൽപ്പന്ന മേഖലയ്ക്കും സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കും ഈ താരിഫുകൾ സൃഷ്ടിക്കുന്ന ആഘാതത്തെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നായിരുന്നു. ഏറ്റവും അധികം ആഘാതം നേരിടുന്ന ഒരു മേഖലയാണ് സമുദ്രോൽപ്പന്ന കയറ്റുമതി. കാരണം നമുക്ക് US-ലേക്ക് ഏകദേശം $3 ബില്യൺ, അതായത് ഇന്ത്യയുടെ ആകെ ഉള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിയായ $8 ബില്യൺ $3 ബില്യണോളം US മാർക്കറ്റിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോ അവിടെ ഉള്ളത് 10%, ഒരു ഡ്യൂട്ടി ഇല്ലായിരുന്നിടത്ത് 10% ഡ്യൂട്ടി, 25% തീരുവയാണ് വരുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റർ ഇക്വഡോർ ആണ്. ഇക്വഡോറിന്റെ 15% ഡ്യൂട്ടിയുള്ളൂ. അപ്പൊ ഒരു 10% ടാരിഫ് അഡ്വാൻറ്റേജ് ഈ തീരുവ വരുമ്പോൾ ഇക്വഡോറിനുണ്ടാവും. അതിന് പുറമെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മാതിരി ഒരു പിഴ തീരുവ കൂടി ഉണ്ടാവുന്ന, അതിപ്പോ ഒരു അൺസർട്ടനിറ്റി വന്നിട്ടുണ്ട്. കച്ചവടം നടക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ സർട്ടൻ ആയിട്ട് അറിയണം. ഇതൊരു ഇൻഡയറക്ട് ടാക്സ് ആണ്. ഇൻഡയറക്ട് ടാക്സ് ആകുമ്പോൾ എങ്ങനെയായാലും ഉപഭോക്താവിന് പാസ് ഓൺ ചെയ്യേ വഴിയുള്ളൂ. അപ്പൊ ഉപഭോക്താവിന് പാസ് ഓൺ ചെയ്യുമ്പോൾ അമേരിക്കയിൽ ഇതിന് വില കൂടും. വില കൂടിക്കഴിഞ്ഞാൽ ഇക്വഡോറുമായിട്ട് മത്സരിക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന് വില കൂടുതലാണെങ്കിൽ ആ പ്രോഡക്റ്റ് പതുക്കെ മാർക്കറ്റിൽ നിന്ന് പുറത്തയക്കാം. ഇതാണ് നമ്മൾ നേരിടുന്ന ഭീഷണി. ഇതിലൊരു വലിയ ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ ഇപ്പൊ ആന്ധ്രാപ്രദേശിലും അതുപോലെ തന്നെ ഗുജറാത്തിലെല്ലാം ധാരാളം ഫാംസ് ഇപ്പൊ ഈ അക്വാകൾച്ചർ വഴി കൊഞ്ചും ചെമ്മീനും ഉൽപ്പാദിപ്പിച്ചാണ് അമേരിക്കയിലേക്ക് അയക്കുന്നത്. അപ്പൊ അവിടെ നിന്നുള്ള അപ്ടേക്ക് കുറയുകയാണെങ്കിൽ ഈ മേഖല ഒരു വലിയൊരു ഭീഷണി നേരിടും. അപ്പൊ അതാണ് ഇത് കാരണം നേരിട്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം. രണ്ടാമത് പറഞ്ഞാൽ ഇത് മുഴുവൻ ഇക്വഡോറിന് കിട്ടുമോ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്ന ഈ ഷ്രിംപ് നമ്മളിപ്പോ അത് പീൽ ചെയ്ത് അതിന്റെ ഡീവെയിൻ ചെയ്ത് തല കളഞ്ഞിട്ടാണ് അയക്കുന്നത്. ഇതേപോലെ തന്നെ ഇക്വഡോറിന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ലേബർ ഇന്റൻസീവ് ആയിട്ടൊരു ടെക്നിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതേ ഒരു അനായാസമായിട്ട് ഇക്വഡോറിന് ചെയ്യാനായിട്ട് സമയം എടുത്തേക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. എത്ര സമയം കൊണ്ട് ഇന്ത്യക്കുള്ള ആ ഒരു മാർക്കറ്റ് ഷെയർ 34% എന്നാണ് ഇക്വഡോർ പിടിച്ചെടുക്കുന്നവർക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഉൽപ്പന്നത്തിന് വില കൂടുമ്പോൾ അത് കാരണം വിപണിയിൽ ഒരു വലിയൊരു വെല്ലുവിളി ഇന്ത്യ എന്നുള്ള സമുദ്രോൽപ്പന്ന വസ്തുക്കൾ നേരിടുമെന്ന കാര്യത്തിൽ സംശയമില്ല. രണ്ടാമതായിട്ട് ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഈ പ്രോബബിൾ പെനാൽറ്റി അതെന്താണെന്നുള്ള അദ്ദേഹം 24 മണിക്കൂറിലെല്ലാം പറഞ്ഞ് ഒരു തീട്ടൂരം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഉണ്ടാകുന്ന വേറൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുന്നു. അനിശ്ചിതാവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഓർഡറുകൾ ഉണ്ടാകാതെ വരുത്തും. അപ്പൊ ഇത് ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം കയറ്റുമതി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് ഇവിടെ നിന്നുള്ള കയറ്റുമതി വ്യവസായത്തിനൊരു വേറൊരു വെല്ലുവിളിയാണ്. കാരണം ഇത് കയറ്റുമതി നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം ബാങ്കിൽ നിന്ന് മേടിച്ച ആ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റിൽ ഓടി അടയ്ക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ഒരു ക്യാഷ് ഫ്ലോ ഒരു ക്രഞ്ച് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു മേഖലയിൽ ഈ ഒരു കാര്യത്തിൽ സർക്കാരിൽ നിന്നുള്ള സഹായം ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ മേഖല നിൽക്കുന്നത്. രണ്ടാമതൊരു കാര്യം കൂടി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മള് അമേരിക്കയുമായിട്ടുള്ള ഒരു അടുപ്പം ഒരു കഴിഞ്ഞ 2 നൂറ്റാണ്ടായിട്ട്, പ്രത്യേകിച്ച് ജോർജ് W. ബുഷിന്റെ ഭരണകാലം തൊട്ട് അമേരിക്കയായിട്ടുള്ള ഒരു അടുപ്പം വന്നിട്ടുണ്ട്. ആ അടുപ്പത്തിന്റെ മുകളിൽ നമ്മൾ ക്വാഡ് എന്നൊരു കൂട്ടായ്മയിൽ അംഗമാണ്. അങ്ങനെ ധാരാളം വ്യാപാര വാണിജ്യ കാര്യങ്ങൾ ഒരുമിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. അതിനൊരു വലിയ തിരിച്ചടിയാണ് ട്രംപിന്റെ നടപടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഇന്ത്യ മാത്രമല്ല, തുർക്കി മേടിക്കുന്നുണ്ട്, ചൈന മേടിക്കുന്നുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ മുകളിൽ ഇങ്ങനെ പലിശ കൂടുതൽ തീരുവ ചുമത്തുന്നുള്ള ഭീഷണി ട്രംപ് മുടക്കിയിട്ടില്ല. അപ്പൊ അതൊരു ഇന്ത്യ സ്പെസിഫിക് ആയിട്ട് ഇന്ത്യ മാത്രം ചൂണ്ടിയുള്ള ഒരു നീക്കമാണ്. രണ്ടാമത് പറയാനുള്ളത്, ചൈനയായിട്ട് ചർച്ച നടക്കുന്നത് ഇന്ത്യയായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ചൈനയായിട്ട് ചർച്ച നടക്കുന്നതുകൊണ്ട് 30% നിർത്തുമെന്ന് പറയുന്നു. ഇന്ത്യയായിട്ട് ചർച്ച നടത്തുന്നതുകൊണ്ട് 10% നിർത്താമെന്ന് ട്രംപ് വിചാരിച്ചില്ല. നമുക്കെതിരെ ഒരു നടപടി എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഒരു ഇന്ത്യയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നീക്കം ട്രംപ് നടത്തുന്നുണ്ട്. ഇതിന് കാരണം എന്താണെന്നുള്ളതിനെ പറ്റി ധാരാളം തിയറീസ്, സിദ്ധാന്തങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിച്ചത് താനാണെന്നുള്ള ആ വീരവാദം ഇന്ത്യ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളൊരു ബുദ്ധിമുട്ട്, ട്രംപിന്റെ സപ്പോർട്ടേഴ്സ്, ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്ന ബാഗ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ തങ്ങളാണ് ശരി, തങ്ങൾ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാവരും തങ്ങളുടെ ആജ്ഞാനുവർത്തികളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പൊ അവരുടെ തങ്ങളുടെ ഇംഗിതം ബാക്കിയുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്.
അപ്പോൾ അവരെല്ലാവരും വേദവാക്യമായി കാണുന്ന ട്രംപിന്റെ വാക്കുകൾ നമ്മൾ ഖണ്ഡിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു രോഷവും അമർഷവും ചിലപ്പോൾ രണ്ടായേക്കാം. ഇത് തന്നെയാണ് പാകിസ്ഥാന്റെ പട്ടാള മേധാവിയെ വിരിച്ചു കൊണ്ടുള്ള ചെയ്തത്. അപ്പൊ ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ നിർത്താം. ഈ ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളിൽ മാത്രമല്ല, ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധങ്ങളിൽ സമൂലമായ മാറ്റത്തിന് ചിലപ്പോൾ ട്രംപ് കാരണഭൂതനായേക്കും. ശരി, വ്യക്തമാണ്. ഡോക്ടർ PJ വിൻസെന്റ്, ഈ താരിഫ് പൂർണ്ണമായ ഒരു സാമ്പത്തിക നീക്കമാണോ, അതോ പുതിയൊരു ഭരണകൂടത്തിന് കീഴിൽ ഇന്ത്യയോടുള്ള US-ന്റെ വിദേശ നയത്തിലെ അടിസ്ഥാനപരമായൊരു മാറ്റത്തിന്റെ സൂചനയാണോ? ട്രംപിന്റെ ഈ സമീപനം ഒരു താൽക്കാലിക സമീപനമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം ഇന്നിപ്പോ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞാൽ, യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ സ്വാഭാവികമായ സ്വാധീന മേഖലയാണ്. യൂറോപ്യൻ യൂണിയന് പുറത്ത് അമേരിക്കയ്ക്ക് ആശ്രയിക്കാവുന്ന ഏക രാജ്യം ഇന്ത്യയാണ്. അതിവിശാലമായിട്ടുള്ള ഒരു മാർക്കറ്റ്. പർച്ചേസിംഗ് പവർ പാരിറ്റി പ്രകാരം 3-ാം സ്ഥാനത്താണ് ഭാരതം. ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കണോമിയിൽ 4-ാം സ്ഥാനത്ത് നമ്മളുണ്ട്. അപ്പോൾ അത്രയും വലിയ ഒരു, മാത്രമല്ല ഡെമോക്രാറ്റിക് ക്രെഡൻഷ്യൽസ് വളരെ പ്രധാനമാണ്. അത് ചൈനയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കോ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. അമേരിക്കയേക്കാൾ ഗംഭീരമായ ഒരു ജനാധിപത്യ സംവിധാനം കൂടിയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല ഏറ്റവും കൾച്ചറൽ ക്യാപിറ്റൽ ഉള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക് ഈ പുതിയ 21-ാം നൂറ്റാണ്ടിലെ ഈ മാഗ എന്ന് പറയുന്ന പ്രസ്ഥാനം, ടു മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകണമെങ്കിൽ പോലും അവർക്ക് ഇന്ത്യയുടെ സഹായം, ഇന്ത്യയുമായിട്ടുള്ള സഹായം എന്ന് പറയില്ല, അമേരിക്കയും തമ്മിലുള്ള ഊഷ്മളമായ സൗഹൃദം അനിവാര്യമാണ്. അത് തന്ത്രപരമായ ബന്ധങ്ങളിൽ വളരെ പ്രധാനമാണ്. കാരണം ഈസ്റ്റ് ഏഷ്യൻ മേഖലയിൽ 2027 തൈവാൻ ചൈന പിടിച്ചെടുത്ത് സൈനിക നടപടിയിലൂടെ പിടിച്ചെടുത്ത് തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നൊക്കെയാണ് കരുതുന്നത്. അത്തരത്തിലുള്ള അങ്ങനെയൊക്കെയാണ് സ്ട്രാറ്റജിസ്റ്റുകൾ മുൻകൂട്ടി കാണുന്ന കാര്യം. അതിനെ ചെറുക്കുന്നതിന്റെ കൂടെ ഭാഗമായിട്ടാണ് ക്വാഡ് അല്ലെങ്കിൽ സൗത്ത് ചൈന സീ ഒരു സ്വതന്ത്ര സഞ്ചാര മേഖലയാക്കുക എന്നൊക്കെയുള്ള ആശയം മുന്നോട്ട് വെക്കുന്നത്. ഇതിലൊക്കെ ഏറ്റവും തന്ത്രപരമായ പങ്കാളി ഇന്ത്യയാണ്. അത് ക്വാഡ് പോലെയുള്ള മേഖലകൾ മാത്രമല്ല, ഇന്ത്യ സമുദ്ര മേഖലയിൽ ഇന്ത്യയുടെ സൈനിക സാന്നിധ്യത്തെയും ഇന്ത്യയുടെ നാവിക സാന്നിധ്യവും ഈ മേഖലയിൽ 40% വരുന്ന അന്താരാഷ്ട്ര വ്യാപാരം കടന്നു പോകുന്ന മേഖലയാണ്. അപ്പൊ ഇവിടെ ഇന്ത്യയുടെ സഹായം, ഇന്ത്യയുടെ സൈനിക ശക്തി, പ്രത്യേകിച്ച് നാവിക ശക്തി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇന്ത്യയെ സമ്മർദ്ദത്തിൽ ആഴ്ത്താനുള്ള ഒരു നടപടി എന്നതിനപ്പുറത്തേക്ക് ഇത് ദീർഘകാലത്തേക്ക് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു സമീപനം അമേരിക്കയിലെ സുബോധമുള്ള ഒരു ഭരണാധികാരിയും സ്വീകരിക്കില്ല. ട്രംപും അത് സ്വീകരിക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു പക്ഷേ അമേരിക്കയ്ക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഞാൻ ഇടപെട്ടാണ് പരിഹരിച്ചത് എന്നതിൽ ആശങ്കയുണ്ട്. ഉക്രൈൻ ബന്ധത്തിൽ പുടിനോട് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പുടിൻ അതിനെ തരിമ്പും വകവച്ചില്ല. അപ്പൊ ആ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പുടിന് നൽകുന്ന ശക്തി ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വ്യാപാര ബന്ധമാണ് എന്ന് ട്രംപിന് നല്ലപോലെ അറിയാം. അപ്പോൾ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടണമെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം. ആ പട്ടികയിൽ ഒന്നായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂർ ഞാൻ ഒറ്റ ഫോൺ കോളിൽ അവസാനിപ്പിച്ചു എന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ഘടകങ്ങൾ കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ വിയറ്റ്നാമിനെതിരെ 57% ചുങ്കം ചുമത്തിയെടുത്താണ് ഇപ്പോൾ 20% വരുന്നത്. സമാനമായ രീതിയിൽ ഒരുപക്ഷെ ഇന്ത്യയും ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് പോകാനുള്ള സമ്മർദ്ദ തന്ത്രം എന്നതിനപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് ഇന്ത്യയെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു നയതന്ത്രം, ഒരു വിദേശ നയം അമേരിക്കയ്ക്ക് എന്നല്ല ലോകത്തിൽ ഒരു രാജ്യത്തിനും സ്വീകരിക്കാൻ സാധ്യമല്ല. അത് അമേരിക്ക വിശേഷിച്ച് അത് സ്വീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം, അമേരിക്കയിലുള്ള ഇന്ത്യൻ ഡയസ്പോറയുടെ സാന്നിധ്യം, ഇന്ത്യയുടെ ടെക്നോളജിക്കൽ മാൻ പവർ, അമേരിക്കയിലുള്ള ഇന്ത്യൻ ടെക്നോളജിക്കൽ മാൻ പവർ, അമേരിക്കയുടെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ ഇന്ത്യൻ വംശജർക്കുള്ള അസാമാന്യമായ സ്വാധീനം, ഇങ്ങനെ ഒട്ടനവധി ഘടകങ്ങൾ അവിടെയുണ്ട്. ട്രംപിന്റെ ഗ്രൂപ്പിൽ പോലും ശക്തമായ ഇന്ത്യ പിന്തുണക്കാർ ഉണ്ട് എന്നതും വസ്തുതയാണ്. അതുകൊണ്ട് ഈ ദിശയിൽ കാര്യങ്ങൾ പോവില്ല. ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് തന്നെ പോകും. അതിൽ ഇന്ത്യയെ സമ്മർദ്ദ തന്ത്രത്തിലാക്കാൻ ഉള്ളൊരു തന്ത്രം അവർ സ്വീകരിച്ചു. പക്ഷേ ഒരുപക്ഷെ ഇപ്പോ റഷ്യയുമായിട്ടുള്ള ഈ എണ്ണ ഇറക്കുമതി കാര്യങ്ങളിലൊക്കെ ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് ഒരുപക്ഷെ ഇന്ത്യയും തയ്യാറായേക്കാം. ആ ദിശയിൽ സാധ്യതയുണ്ട്. വ്യക്തമാണ്. ഞാൻ ഇടപെടുന്നത് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അദ്ദേഹം പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങൾ പറയുന്നത് പോലെ ഇന്ത്യക്ക് എന്തുകൊണ്ട് വ്യക്തമായൊരു മറുപടി അമേരിക്കയ്ക്ക് കൊടുക്കാൻ കഴിയുന്നില്ല? അതിലൊരു പ്രധാനപ്പെട്ട വിഷയം
നമ്മൾക്ക് ഈ ഭ്രാന്തൻ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതൊരു ജനാധിപത്യത്തിൽ അത്ര ഈസിയായ ഒരു നടപടിയല്ല. അമേരിക്കയുടെ ഒരു ഭരണാധികാരിയും മുൻകാലങ്ങളിൽ എടുക്കാത്ത ഒരു രീതിയാണ് ഇപ്പോൾ ട്രംപ് സ്വീകരിക്കുന്നത്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് അദ്ദേഹം എടുക്കുന്ന, നേരത്തെ നമ്മുടെ പാനലിസ്റ്റുകൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാട് എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു അമേരിക്കൻ ജനാധിപത്യത്തിനോ ലോക ജനാധിപത്യ ക്രമത്തിനോ സുഗമമായി യോജിക്കുന്ന തരത്തിലുള്ള ഒന്നല്ല. അത് അദ്ദേഹത്തിനും ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാകും. ഇപ്പോൾ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് പുറത്തു വരുന്ന അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് അവിടുത്തെ പാർലമെന്റ് അംഗങ്ങൾ ഇന്ത്യയുമായി ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെറ്റായ നയത്തെ അല്ലെങ്കിൽ തെറ്റായ ഒരു വ്യാപാര സംവിധാനത്തെ ശക്തമായി എതിർത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അഭിപ്രായം പുറത്തു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇത് അമേരിക്കയിൽ നേരത്തെ പാനലിസ്റ്റുകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അമേരിക്കയിൽ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ കൂടി അല്ലെങ്കിൽ പുറത്തു വരുന്ന വാർത്തകളുടെ കൂടി ഭാഗമാണ്. അപ്പൊ അമേരിക്ക എടുക്കുന്നത് പോലെയുള്ള, അമേരിക്ക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് എടുക്കുന്നത് പോലെയുള്ള ഒരു ചടുലമായിട്ടുള്ള, ഒരു അബദ്ധചടുലമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്കോ ഒരു പ്രഖ്യാപനത്തിലേക്കോ പോകാൻ സുശക്തമായിട്ടുള്ള ജനാധിപത്യ രാജ്യം എന്നുള്ള നിലക്ക്, ഭരണ സംവിധാനം എന്നുള്ള നിലക്ക് നമുക്ക് കഴിയില്ല. നമ്മുടേത് കുറച്ചുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള, ലോകക്രമത്തെ മുഴുവൻ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് എക്കാലത്തും ഇന്ത്യയിൽ നിലനിന്നുള്ളത്. ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിമാരും ഇന്ത്യയുടെ ഒരു പ്രസിഡന്റുമാരും പെട്ടെന്നൊരു അന്താരാഷ്ട്ര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിൽ ഈ തരത്തിൽ ഒരു നയം സ്വീകരിക്കുകയോ നിലപാട് പുറത്തു പറയുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് പണ്ടുമില്ല, ഇപ്പോഴുമില്ല പ്രത്യേകിച്ച്. അപ്പൊ അതുകൊണ്ട് അതത്ര ഈസിയല്ല. അങ്ങ് ചോദിച്ചതിൽ ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നം അതിനകത്തുണ്ട്. മറ്റൊന്ന്, നമ്മുടേത് കാത്തിരുന്ന് കാണുകയും കാത്തിരുന്ന് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള നയമാണ് നമുക്ക്, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഇക്കോണമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിലുള്ളത്. നമ്മൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ദ്രുതഗതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയാണ്. അത് എല്ലാ മേഖലയിലും, ഒരു മേഖലയിൽ മാത്രമല്ല, അത് നമ്മുടെ ഉൽപാദന വിതരണ മേഖലകളിലെല്ലാം അല്ലെങ്കിൽ സ്വയം നിലനിൽക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് പല മേഖലകളും മുന്നോട്ട് പോകുന്ന, പ്രത്യേകിച്ച് ആയുധ വ്യാപാരത്തിന്റെ കാര്യത്തിലടക്കം മുന്നോട്ട് പോകാൻ കഴിയുന്ന, നമ്മളുടെ ശക്തി വിളിച്ചോതാൻ കഴിയുന്ന, ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന, സ്വതന്ത്രമായി നിൽക്കാൻ കൽപ്പുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പല ഘടകങ്ങൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് മാത്രമേ ആ തരത്തിൽ ഒരു നിലപാടുമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നമ്മളുടെ വളർച്ച, രാജ്യത്തിന്റെ വളർച്ച, ഇന്ത്യയുടെ വളർച്ച എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഭയപ്പെടുത്തുന്ന വിഷയമാണ് എന്നുള്ളത് കാണാതിരുന്നുകൂടാ. അവർ മുന്നിൽ കാണുന്നു ഇന്ത്യ വളരെ ശക്തമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമത്തിലേക്ക് വളർന്നു വരുന്നതും ലോകത്തിലെ പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയിലേക്ക് മാറി വരുന്നതും അവർ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണുകയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളോടൊരു മൽപ്പിടുത്തം നടത്തുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറ്റുന്നതിൽ തെറ്റൊന്നും കാണേണ്ടതില്ല. കാരണം പിന്നിൽ നിൽക്കുന്ന ഒരാൾ മുന്നിലേക്ക് ഓടിക്കയറുകയും മുന്നിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളത് പലപ്പോഴും കൂടെ ഓടുന്നവന്റെയോ മുന്നിൽ ഓടുന്നവന്റെയോ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയം അവർ ശ്രമിക്കുക എന്നുള്ളത് അവരുടെ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നം കൂടി ചേർന്നുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെ ആ തരത്തിലേ കാണേണ്ടതുള്ളൂ. പക്ഷെ അമേരിക്കയുടെ ഈ ഉദ്ദേശമൊന്നും ഈ ലക്ഷ്യമൊന്നും ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ അധികകാലം ദൂരവ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഈ തെറ്റായ നയം പുലർത്താൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ശരി, വ്യക്തമാണ്. ഡോക്ടർ കെ എൻ രാഘവൻ, WTO പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇക്കാര്യങ്ങളിൽ പ്രതികരിക്കാത്തത് എന്താണ്? വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ അവർക്ക് എന്ത് പങ്കാണ് വഹിക്കാൻ കഴിയുക? WTOന്റെ അധികാരങ്ങൾ മുഴുവനായി തന്നെ അമേരിക്ക അവരുടെ അതിൽ പങ്കെടുക്കാത്ത വഴി അതിൽ നിന്ന് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അമേരിക്കയാണ് WTO എന്നുള്ള ഒരു സ്ഥാപനം കൊണ്ടുവന്ന് WTOന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകണം, ഏത് ദിശയിൽ പോകണം, ബാക്കിയുള്ള രാഷ്ട്രങ്ങൾ WTO ആയിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണം, മോസ്റ്റ് ഫേവേർഡ് നേഷൻ സ്റ്റേറ്റസ് എങ്ങനെ കൊണ്ടുവരണം, എല്ലാ രാജ്യങ്ങൾക്കും ഒരു വസ്തുവിന് ഒരേ നികുതി ആയിരിക്കണം, നികുതി കുറച്ചു വരണം, ടാരിഫ് ബാരിയേഴ്സ് കുറയ്ക്കണം എന്നെല്ലാം ലോകത്തിനെ പഠിപ്പിച്ച അമേരിക്കയാണ്. ഇപ്പൊ ആ അമേരിക്ക തന്നെ WTOയിലുള്ള പല കാര്യങ്ങളിലും അവരുടേതായിട്ടുള്ള റെപ്രസെന്റേഷൻ കുറച്ചുകൊണ്ട് WTO ഇന്ന് പ്രവർത്തനരഹിതമായി തന്നെ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ WTOന്റെ അപ്രോച്ച് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. കാരണം WTO, WHO, ഇതിന്റെ UN സെക്യൂരിറ്റി കൗൺസിൽ ഇതുമാതിരിയുള്ള സ്ഥാപനങ്ങളെ ഒരുവിധം പൂർണ്ണമായി തന്നെ അമേരിക്ക അതിൽ നിന്ന് പിൻവലിഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത്. UN ഇപ്പോഴും പാർട്ടിസിപ്പേഷൻ ഉണ്ട്, ഇല്ലാന്നല്ല.
WHO നിന്ന് പൂർണ്ണമായി പുറത്തു വന്നു. WTO അവർ കൊടുക്കേണ്ട അവരുടെ റെപ്രസെന്റേഷൻ ഉണ്ടാകേണ്ട സ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് അപ്പലേറ്റ് ലെവലിലുള്ളതിൽ അവരാളെ ഫില്ല് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് പ്രവർത്തനം നിശ്ചലമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് WTO ഇപ്പൊ നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. WTO ലെവലിൽ അമേരിക്ക ചില കാര്യങ്ങൾക്ക് ഇത് കൂട്ടിയ തെറ്റാണെന്ന് പറഞ്ഞ് നമ്മൾ WTO പെറ്റീഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ നടപടിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇവിടെ ഉണ്ടാകുന്നത് ട്രംപിന്റെ സ്വന്തം രാജ്യത്തിന്റെ നിയമങ്ങൾ തന്നെ. ട്രംപ് ഇപ്പൊ ഒരു പ്രത്യേക നിയമങ്ങളിൽ, കാരണം ഒരു പ്രത്യേക നിയമങ്ങളിൽ അവിടെ ബാക്കിയുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നതുകൊണ്ട് എമർജൻസി പവേഴ്സ് എടുക്കാൻ പ്രസിഡന്റിന് അധികാരം നൽകുന്ന നിയമങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഡ്യൂട്ടി എല്ലാം മാറ്റിയിരിക്കുന്നത്. അതായത് ബാക്കിയുള്ള രാജ്യങ്ങൾ അമേരിക്കക്കെതിരെ ഇത് ഒരു വ്യാപാര യുദ്ധം നടത്തുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ടെന്നുള്ള സുബോധമുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അത് തന്നെ ചലഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അതൊരു ഫസ്റ്റ് സ്റ്റേജ് അപ്പീലിലേക്ക് വന്നിരിക്കുക. ആദ്യം ഇദ്ദേഹത്തിന് ഇതിനുള്ള അധികാരം ഇല്ല എന്നൊരു കോടതി പറഞ്ഞ് അപ്പലേറ്റ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി ഫെഡറൽ കോർട്ട് പറഞ്ഞാൽ സുപ്രീം കോടതിയിലേക്ക് പോകും. അവിടെ ഒരു നിയമം നടക്കുന്നുണ്ട് പാരലലായിട്ട് തന്നെ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിലവിലുള്ള നിയമങ്ങളും ബാക്കിയുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങളും സംഘടനകളും ഒന്നും തനിക്ക് ബാധകമല്ല എന്ന രീതിയിലാണ് ട്രംപ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെ നമ്മൾ സമീപിച്ച ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഗുണമൊന്നും പ്രതീക്ഷിക്കേണ്ട. അല്ലെങ്കിൽ ലോകത്ത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് ഓരോ രാജ്യത്തിനും വെവ്വേറെ അല്ലെങ്കിൽ വേറെ നിരക്കുകളിലുള്ള നികുതി അല്ലെങ്കിൽ തീരുവകയറ്റം എന്നുള്ള കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അതും എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള കാൽക്കുലേഷൻ വഴി നമ്മുടെ വ്യാപാര കമ്മി ഇത്രയാണ്, അപ്പൊ അതുകൊണ്ട് ഇത്രയെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്റെ പാൻ നമ്പർ ഇത്രയാണ്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഇത്രയും ഇൻകം ടാക്സ് തരണമെന്ന് പറയുന്ന പോലെ തന്നെ ബാലിശമായൊരു കാര്യമാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കണക്കിൽ അദ്ദേഹം ചെയ്തതാണ്. ഇതിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോകാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? പറയാൻ സാധിക്കില്ല. കാരണം ട്രംപ് ആദ്യം ഏപ്രിൽ 2 കൊണ്ടുവന്നപ്പോൾ ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം അത് മുഴുവൻ കൊണ്ടുവന്നു. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ആ രീതിയിൽ പിന്നോട്ട് പോകില്ലായിരിക്കും. കാരണം പല രാജ്യങ്ങളായിട്ട്, പ്രത്യേകിച്ച് 7 പ്രദേശങ്ങളായിട്ട് 6 രാജ്യങ്ങൾ യൂറോപ്യൻ യൂണിയനായിട്ട് അവർ ഉടമ്പടി കരാർ ഒപ്പുവെച്ചു എന്നാണ് പറയുന്നത്. ഈ കരാറുകളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. അത് പ്രകാരം ഇപ്പൊ ചില രാജ്യങ്ങളിൽ 3 എണ്ണത്തിന്, അതായത് സൗത്ത് കൊറിയ, ജപ്പാൻ, EU എന്നീ 3 പേർക്ക് 15%, ബാക്കിയുള്ളവർക്ക് 19% ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട്. ഈ ഡ്യൂട്ടി തീരുവ 15% രാജ്യങ്ങൾ അവരുടെ വിപണി തുറന്നു കൊടുത്തതെന്ന് മാത്രമല്ല, അവർ അമേരിക്കയിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഒരു $500 ബില്യൺ വരുന്ന ഇൻവെസ്റ്റ്മെന്റ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ട്രംപ് പറയുന്നതാണ്, അല്ലാതെ ഈ രേഖകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. യൂറോപ്യൻ യൂണിയനോ ജപ്പാനോ അല്ലെങ്കിൽ സൗത്ത് കൊറിയ ഒന്നും ഇതിനെപ്പറ്റി ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. അവരുടെ പ്രതികരണങ്ങൾ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് നിർത്തിയിരിക്കുന്നത്. നമുക്ക് അതുപോലെ ചെയ്യാൻ സാധിക്കില്ല. നേരത്തെ ബാക്കിയുള്ള പാനലിസ്റ്റ് പറഞ്ഞാൽ ഇന്ത്യ ഒരു പൂർണ്ണമായി ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് ഒരു രഹസ്യമായിട്ട് രേഖ ഒപ്പുവയ്ക്കുകയോ അല്ലെങ്കിൽ അതിൽ പുറത്ത് പറയാത്ത ക്ലോസസ് വെക്കാനോ നമുക്ക് സാധിക്കില്ല. പ്രത്യേകിച്ച് ഇത്രയധികം ജനങ്ങളുടെ ആരോഗ്യത്തെയും അവരുടെ സാമ്പത്തികമായിട്ടും ബാധിക്കുന്ന ഒരു കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇതിലേക്ക് ഒരു ട്രംപ് ബാക്കിയുള്ള പല സ്ഥലങ്ങളായിട്ട് ചെയ്യുന്ന പോലെ, ഇപ്പൊ വിയറ്റ്നാമായിട്ട് അവർ വെച്ചിട്ടുള്ളതിനെ പറ്റി പുറത്തേക്ക് ഒന്നും പറഞ്ഞില്ല. വിയറ്റ്നാമിൽ നിന്ന് ദർ ഇസ് നോ റെസ്പോൺസ് സോഫാർ. യൂറോപ്യൻ യൂണിയൻ തന്നെ പറഞ്ഞിരിക്കുന്നത് ട്രംപുമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ അവർ രണ്ടുപേരും ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ജപ്പാൻ പറയുന്നത് ലോൺ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ പല കാര്യങ്ങളിലും ട്രംപ് ക്ലെയിം ചെയ്യുന്ന പോലെ അല്ല നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പുറയിലേക്ക് പോയേക്കാം, അല്ലെങ്കിൽ കുറച്ച് റീകാലിബ്രേഷൻ ഉണ്ടായേക്കാം. ഇതിനെല്ലാം അവസരമുണ്ട്. കാരണം ഇതില് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വ്യാപാരം നടക്കണമെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടാവാൻ പാടില്ല. ട്രംപ് സൃഷ്ടിക്കുന്നത് അനിശ്ചിതാവസ്ഥയാണ്. ഇത് ധാരാളം ഇന്ത്യ എന്നുള്ള ധാരാളം ഉത്പാദകരെല്ലാം ഇത് ബാധിക്കും. ആത്യന്തികമായിട്ട് ബാധിക്കുക അമേരിക്ക തന്നെയാണ്. കാരണം അമേരിക്കയിലുള്ള വസ്തുക്കൾക്ക് വില കൂടുകയും ട്രംപ് വിചാരിക്കുന്ന വ്യാപാര കമ്മി കുറയാതിരിക്കുകയും, ഇപ്പോഴത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത് അവിടെയുള്ള ലേബർ ഇത് കുറഞ്ഞു എന്നാണ്. അവിടെയുള്ള എംപ്ലോയ്മെന്റ് ഇത് കുറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തത് എന്താണ്? ഈ ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കുന്ന ആ വിഭാഗത്തിന് തലവനെ പുറത്താക്കുകയാണ് ചെയ്തത്. ഇതുമാതിരിയുള്ള തിരിച്ചടികൾ അമേരിക്കയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരി, വ്യക്തമാണ്. ഡോക്ടർ PJ വിൻസെന്റ്, ഇന്ത്യ വളരെ കാലമായി തുടർന്നു വരുന്ന ഒരു വിദേശ നയമുണ്ട്. ഈ താരിഫുകൾ ആ നയത്തിനെതിരെ ഒരു നേരിട്ടുള്ളൊരു വെല്ലുവിളിയാണോ? ഇത് ഇന്ത്യയെ ഒരു പക്ഷം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാക്കുന്നുണ്ടോ? അല്ല, പക്ഷം തിരഞ്ഞെടുക്കുന്ന ഒരു സാമ്പത്തിക നയം ഇന്ത്യ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടില്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾ മുൻനിർത്തിയുള്ള സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അഗ്രികൾച്ചറിന്റെ മേഖലയിലും ക്ഷീര വ്യവസായം, സമുദ്ര, ഇങ്ങനെ പല മേഖലയിലും പ്രൊട്ടക്റ്റീവ് താരിഫ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്.
ഇപ്പൊ ഹാർലി ഡേവിഡ്സൺ ബൈക്കിന്റെ ഇറക്കുമതിയുടെ കാര്യത്തിൽ 100% താരിഫ് ഉണ്ടെന്നൊക്കെ ട്രംപ് പറയുന്നതിലൊക്കെ ചില വസ്തുതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഡെവലപ്പിംഗ് നേഷൻ എന്ന നിലയ്ക്ക് ഈ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ പരിമിതമായ തോതിൽ നമ്മളുടെ വ്യവസായങ്ങളെയും തദ്ദേശീയമായ വ്യവസായങ്ങളെയും വരുമാന മാർഗങ്ങളെയും നിലനിർത്തിക്കൊണ്ടല്ലാതെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് പല മേഖലയിലും ഇന്ത്യക്ക് ഇനിയും പ്രൊട്ടക്റ്റീവ് താരിഫ് നിലനിർത്തേണ്ട വരും. എന്നാൽ ലിബറലൈസേഷന്റെ ഭാഗമായി 1992 ശേഷം LPG നടപ്പാക്കിയതിനു ശേഷം നമ്മൾ പല മേഖലയിലും ലിബറലൈസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ഇപ്പോഴും കീ സെക്ടേഴ്സ്, സാധാരണ മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ആശ്രയിക്കുന്ന മേഖലകളെ ഇപ്പോഴും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നയമാണ്. അതിനിയും തുടരുമെന്നതിന്റെ സൂചന തന്നെയാണല്ലോ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോഴും ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ സാമ്പത്തിക വളർച്ചയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു രാജ്യത്തിന്റെയും സഹായമില്ലാതെ വളർന്നു വന്ന ഒരു സാമ്പത്തിക ശക്തി ഉണ്ടെങ്കിൽ അത് ഇന്ത്യ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചൈന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്കയുടെ സഹായമാണ്. 1978 അമേരിക്കയും ചൈനയും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടി പ്രകാരം ഡെൻ സിയാവോപിങ്ങിന്റെ നേതൃത്വത്തിൽ അവര് ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ ആരംഭിച്ചു. അത് വെസ്റ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും വൻതോതിൽ അവിടെ നിക്ഷേപവും ടെക്നോളജി അങ്ങോട്ട് പ്രവഹിച്ചു. ഈ അമേരിക്കൻ ടെക്നോളജിയുടെയും അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റിന്റെയും ബലത്തിലാണ് പിന്നീട് ചൈന ഇന്ന് കാണുന്ന സാമ്പത്തിക വളർച്ച നേടിയത്. ഇന്നത്തെ മറ്റ് വികസിത രാജ്യങ്ങളെല്ലാം തന്നെ അങ്ങനെയാണ്. ജപ്പാൻ എടുത്താലും സൗത്ത് കൊറിയ എടുത്താലും അതുപോലെ ജർമ്മനി എടുത്താലും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുത്താലും. അതേസമയം ഇന്ത്യ അത് ഇന്റേണലി ഡ്രിവൻ എന്ന് പറയാം. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വളർച്ചയ്ക്ക് പിന്നിൽ അതിന്റെ ആന്തരികമായ ശാക്തീകരണത്തിന്റെ ഒരു ഫലം കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ആഭ്യന്തര മാർക്കറ്റും നമ്മുടെ സാമ്പത്തിക രംഗവും ഫാമിലി ഫൗണ്ടഡ് ആണ്. ഒരുപക്ഷെ ചൈനയേക്കാൾ സ്ഥിരതയുള്ള ഒന്നാണ് നമ്മുടേത്. ചൈന വൻതോതിൽ കയറ്റുമതിയെ ആശ്രയിച്ചാണ് ചൈനയുടെ സാമ്പത്തിക രംഗം നിലനിൽക്കുന്നത്. അതും ആന്റി ഡംപിങ് നിയമങ്ങളെ ഒക്കെ കാറ്റിൽ പറത്തിയിട്ട് ഉൽപാദനത്തെക്കാൾ ചുരുങ്ങിയ ചില ഉൽപാദനത്തിന് വരുന്ന തുകയേക്കാൾ ചുരുങ്ങിയ വിലയ്ക്ക് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയി ഡംപ് ചെയ്തിട്ടൊക്കെയാണ് പല സ്ഥലത്തും മാർക്കറ്റ് പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായും എക്സ്പോർട്ടിനെ ആശ്രയിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഡെവലപ്മെന്റ് ആണ് ചൈനയിലെ. ഇന്ത്യയിൽ പക്ഷെ അത്തരത്തിലുള്ള ഒന്നല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ പാനലിസ്റ്റുകളൊക്കെ സൂചിപ്പിച്ച പോലെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാവും. നമ്മുടെ കയറ്റുമതി മേഖലയെ ബാധിക്കും, നമ്മുടെ രൂപയുടെ മൂല്യങ്ങൾ കുറയും. പക്ഷെ അതിനെ അതിജീവിക്കാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്. അമേരിക്ക യഥാർത്ഥത്തിൽ പേടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഡോളർ ഡിപ്ലോമസിയാണ്. ഡോളറിന്റെ ഹെജിമണി തകരുക എന്നാണ്. ഡോളറിന്റെ ഹെജിമണി തകർന്നു കഴിഞ്ഞാൽ ഒരു ലോകമഹായുദ്ധം തോറ്റതുപോലെയാണ് എന്ന് ട്രംപ് പറയുകയുണ്ടായി. അതാണ് ഫാക്ട്. ഈ ബ്രിക്സ് രാജ്യങ്ങൾ റഷ്യയും ചൈനയും ഡോളറിന്റെ ഹെജിമണി തകർക്കുക അത്ര എളുപ്പമാണോ? അത് എളുപ്പമാണ് എന്നതുകൊണ്ടാണല്ലോ ഈ ട്രംപ് ഇത്രയധികം ശക്തമായ രംഗത്ത് വരുന്നത്. അതായത് ഈ ബ്രിക്സ് എന്ന് പറയുന്ന രാജ്യങ്ങൾ, 5 രാജ്യങ്ങളുടെ കൂട്ടായ്മ അതിശക്തമായ സമ്പദ് വ്യവസ്ഥയായി വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണത്. റഷ്യ, ചൈന, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ. ഈ ബ്രിക്സ് രാജ്യങ്ങൾ അവർ തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ ഡോളർ ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ നാണയത്തിൽ വിനിമയം നടത്താൻ തീരുമാനിച്ചാൽ തന്നെ ഡോളറിന്റെ ഹെജിമണി നിർണായകമായി തകരും. അപ്പോൾ ട്രംപിനെ എന്നല്ല അമേരിക്കയെ വളരെയധികം ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ 5 രാജ്യങ്ങളെടുത്ത ചെറിയ രാജ്യങ്ങളാണ് നിങ്ങൾ ഈ പറയുന്നത്. ചൈനയിലും ഇന്ത്യയിലും ജനസംഖ്യ തന്നെ കൂട്ടിയാൽ തന്നെ എത്ര വന്നു? റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പൊട്ടൻഷ്യൽ എന്താണ്? അവരിപ്പോ ലോകത്തിലെ 10ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. പക്ഷെ അത് മാത്രമല്ല, ആ രാജ്യത്തിന്റെ ഭൂപ്രദേശത്തിന്റെ വലുപ്പവും അതിന്റെ ധാതു സമ്പത്ത് തുടങ്ങിയവയെല്ലാം എടുക്കുമ്പോൾ ചെറിയ രാജ്യമല്ല. ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീലിന്റെ സ്ഥാനം എന്താണ്? വലിയ പൊട്ടൻഷ്യലുള്ള രാജ്യമാണ്. അപ്പോൾ ഈ രാജ്യങ്ങളെ മറ്റ് സമ്മർദ്ദത്തിലാഴ്ത്തിക്കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ സാധിക്കില്ല. കാരണം സ്വന്തമായിട്ട് വലിയ റിസോഴ്സസ് ഉള്ള രാജ്യങ്ങളാണ്. ഈ ബ്രിക്സ് സഹകരണം കൂടി യാഥാർത്ഥ്യമാക്കില്ല. ബ്രിക്സ് ആക്കി വരുന്നു. ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അവരുടെ കറൻസിയിൽ കൂടി മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ റഷ്യ ബന്ധം ഇത്രയധികം ശക്തിപ്പെട്ടത്? ഈ 2021-22 കാലത്ത് എന്ന് വെച്ചാൽ ഈ കോവിഡിന്റെ കാലത്ത്
$10 ബില്യൺ കച്ചവടമാണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ നടത്തിയത്. ഇപ്പോഴത് $69 ബില്യൺ മാറി. ഇതിന് കാരണം എന്താ? റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാരം റൂബിളിലും രൂപയിലുമാണ്. നമ്മൾ രൂപ കൊടുത്തിട്ടാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര വ്യാപാരത്തിൽ ഡോളർ മാനദണ്ഡമാക്കാതെ ഇരുന്നാൽ അതിന്റെ തകർച്ച അമേരിക്കയ്ക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെ സാധ്യതകളാണ്, പെർസ്പെക്റ്റീവ്സ് ആണ്. അതുകൊണ്ട് ഈ ഒരു വാളെടുത്ത് അങ്ങോട്ട് വീശിക്കഴിഞ്ഞാൽ ഇന്ത്യ അങ്ങ് തകർന്നടിയും എന്നുള്ളതല്ല. ഇന്ത്യക്ക് വലിയ പ്രയാസമുണ്ടാകും, പക്ഷെ അതുപോലെയുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളും അമേരിക്കയ്ക്കും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ട്രംപിന്റെ ഒരു നയം ആദ്യമേ കടത്തി പറയുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ മോഡസ് ഓപ്പറാൻഡി അങ്ങനെയാണ്. ആദ്യം കടത്തി പറഞ്ഞിട്ട് പിന്നീട് അത് ഒരു നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റിലേക്ക് എത്തുക എന്നുള്ള തരത്തിലുള്ള ഡീലാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലെ പോലും ഡിപ്ലോമസി എന്നോ നയതന്ത്ര ചർച്ച എന്നോ ഒന്നും പറയാതെ ഡീല് എന്നുള്ള പക്ക കച്ചവടത്തിന്റെ വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും അദ്ദേഹം ഒരു നല്ല ഡീലറാണ്. ഡീൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് അതിന് പറ്റുന്ന ഒരു സമ്മർദ്ദ തന്ത്രമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തൽക്കാലത്തേക്ക് പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഇന്ത്യ അതിനെ ഫേമായിട്ട് അഭിമുഖീകരിക്കാൻ സാധിക്കും. ഒരു എന്താ പറയാ, അവിടെ ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഇന്ത്യയിലെ ഭരണ നേതൃത്വം കാണിക്കണമെന്നുള്ളതാണ്. വളരെ ശക്തവും സ്ഥിരവുമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വിൽ പവർ കാണിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാന്യമായിട്ടുള്ള ഒരു സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറ് അമേരിക്കയുമായി രൂപപ്പെടുത്താൻ സാധിക്കും. അതിൽ ഒരു തുല്യത ആധാരമാക്കിയിട്ടുള്ള ഒരു കരാറ് രൂപപ്പെടുത്താൻ സാധിക്കും. അതിലേക്ക് കാര്യം നീങ്ങുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. പക്ഷേ ഞാൻ നടപടിയാണ്. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, അദ്ദേഹം പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ വിൽ പവർ കാണിക്കുമോ? ശ്രീ ജെയിംസ്, നമ്മളുടെ പഹൽഗാം വിഷയത്തിന് ശേഷം പാകിസ്ഥാന്റെ കാര്യത്തിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയല്ലോ. അത് നമ്മൾ തള്ളി പറഞ്ഞു ഇല്ല. നമ്മൾ തള്ളിപ്പറയുന്നതിന് പകരം അദ്ദേഹം സ്വയം പിൻവലിക്കുകയാണ് ചെയ്തത്. ആദ്യം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വയം പിൻവലിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ടി വന്നത് ആ സാഹചര്യത്തിൽ നിന്ന്? അമേരിക്കയുടെ പ്രസിഡന്റ് ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം അദ്ദേഹത്തിന് തന്നെ അത് വിഴുങ്ങേണ്ട സാഹചര്യം എങ്ങനെയുണ്ടായി? അപ്പൊ നമ്മുടെ ഗവൺമെന്റും നമ്മുടെ നയതന്ത്ര സംവിധാനവും ഏതെങ്കിലും ഒരു പ്രസ്താവന കൊണ്ട് അതിനെ തിരുത്തുകയോ തിരിച്ചടിക്കുകയോ ചെയ്യുന്നതിന് പകരം സ്വയം പിൻവലിയേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മളിവിടെ ആരെയെങ്കിലും ഭയപ്പെടുത്തുകയോ സ്വയം ഭയപ്പെടുകയോ ചെയ്യുക എന്നുള്ളതല്ല. ഒരു സാമ്പത്തിക സാങ്ഷൻ കൊണ്ടുവന്ന് അല്ലെങ്കിൽ തീരുവയിലൂടെ നമ്മളെ ഒന്ന് ഞെക്കാം, അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ മാർക്കറ്റിനെ ഒന്ന് ഞെരുക്കാം എന്ന് ഏതെങ്കിലും തരത്തിൽ ധരിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ ഈ തരത്തിലുള്ള നടപടികളുമായി അദ്ദേഹം വരുന്നത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നേരത്തെ ശ്രീ വിൻസെന്റും ശ്രീ രാഘവനും ഒക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമിയിലേക്ക് കടന്നു കയറി ഒരു അപ്രമാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് വരുത്താനുള്ള ശ്രമം നടത്താം. ഇത് രണ്ടും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു സുസ്ഥിരമായ ഭരണം നിലനിൽക്കുന്ന രാജ്യം എന്ന നിലക്ക്, പ്രത്യേകിച്ച് പ്രതിപക്ഷം അടക്കമുള്ള ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഇപ്പൊ പഹൽഗാം വിഷയം ഉണ്ടായപ്പോൾ അതല്ലേ ഉണ്ടായത്, പ്രതിപക്ഷം അടക്കമുള്ള ആളുകളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ലോകരാജ്യത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ വിൽ എന്ന് പറയുന്നത് ഒന്നാണ് എന്ന് സൂചിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയോട് എതിരിടുക എന്നുള്ളത് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിന്റെ ഭാഗമായി കാണേണ്ടതില്ല. ഒന്ന്. രണ്ട്, നമ്മളുടെ പൊളിറ്റിക്കൽ വിൽ പവർ എന്നുള്ളത് നമ്മൾ എത്രയോ വിഷയങ്ങളിൽ കണ്ടിട്ടുണ്ട് അടുത്ത കാലത്ത്. ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റേതെങ്കിലും ഒരു രാജ്യം നമ്മുടെ രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിലേക്ക്, അത് ചൈനയാണെങ്കിലും പാകിസ്ഥാനാണെങ്കിലും അമേരിക്കയാണെങ്കിലും മറ്റ് ഏതൊരു രാജ്യമാണെങ്കിലും അതിലേക്ക് കടന്നു കയറാനോ അഭിപ്രായം പറയാനോ ഏതെങ്കിലും നമ്മുടെ ആഭ്യന്തരപരമായിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് അവരുടെ ഒരു വിരൽ പോലും ചൂണ്ടാനുള്ള സാഹചര്യം അങ്ങനെ ഉണ്ടായാൽ അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനും അത് ഇല്ലായ്മ ചെയ്യിപ്പിക്കാനുമുള്ള സുശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സംവിധാനം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്, ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ട് അതൊന്നും ആ തരത്തിലുള്ള ഒരു ഗിമ്മിക്കൊന്നും ഇവിടെ വിലപ്പോകില്ല. ഇപ്പോൾ ശ്രീ ട്രംപ് കാണിക്കുന്നത് നേരത്തെ ശ്രീ വിൻസെന്റ് സൂചിപ്പിച്ചതുപോലെ ഒരു താൻ പ്രമാണിത്വം, അതല്ലെങ്കിൽ ഒരു നാട്ടുപ്രമാണിയുടെ രീതിയിൽ താനാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ഭയപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുക. അദ്ദേഹം ആ ശ്രമം നടത്തിയത് നേരത്തെ റഷ്യയും ഉക്രൈനുമായിട്ടുള്ള വിഷയത്തിൽ ഉക്രൈന്റെ ഭരണാധികാരിയെ മുന്നിൽ വിളിച്ചിരുത്തി ശാസിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ലോകം കണ്ടില്ലേ. പക്ഷെ അവർ ഭയന്നോ? അവർ തിരിച്ചടിക്കാൻ അല്ലെങ്കിൽ അവർ തിരിഞ്ഞു നിൽക്കാൻ തയ്യാറായപ്പോൾ അവിടെ അമേരിക്ക ഒരു അടി പിന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. റഷ്യ അവർ പറയുന്നത് കേട്ടില്ല, ചൈന കേൾക്കുന്നില്ല.
അപ്പൊ പ്രസ്താവനകൾ ആർക്ക് വേണമെങ്കിലും നടത്താം, വീരവാദങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം, അമേരിക്കൻ പ്രസിഡന്റിന് ഏത് ധാരണയും പുറത്തു വിളിച്ച് പറയാം. പക്ഷെ അത് അനുസരിക്കാൻ ഒരു രാജ്യം വേണ്ടേ, അനുസരിക്കാൻ ഒരാൾ വേണ്ടേ, അനുസരിക്കാൻ ഒരു ഭരണ സംവിധാനം വേണ്ടേ? അവിടെ അമേരിക്ക കഴിഞ്ഞ കുറെ നാളുകളായി പരാജയപ്പെടുകയാണ് എന്നുള്ളതാണ്. അത് അമേരിക്കയുടെ സാമ്പത്തികവും രാഷ്ട്രീയവും അവർക്ക് അന്താരാഷ്ട്ര മേഖലയിലുള്ള സ്വാധീനവും ഇതെല്ലാം അവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ തങ്ങൾക്കാകും എന്നുള്ളത് അവർ തിരിച്ചടി നേരിടുന്നു എന്നതാണ് അവർ പറയുന്നത്. ഉദാഹരണത്തിന് ഇസ്രായേൽ വിഷയത്തിൽ പോലും അവർ ഇടപെടുമ്പോൾ അതിൽ അവർക്കൊരു അപ്രമാദിത്വം കിട്ടിയാൽ അവസാനിപ്പിക്കാൻ വേണ്ടി കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്ക എന്താണോ പറയുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് എന്താണോ ലോകത്തിന്റെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നത് പറയുന്നത്, അതൊന്നും ഒരു ശക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി ലോക രാജ്യങ്ങളിൽ ഒരു രാജ്യവും ഇന്ന് മുഖവിലക്ക് എടുക്കുന്നില്ല എന്നുള്ളത് ഞാനൊരു വാചകം കൊണ്ട് അവസാനിപ്പിക്കാം. പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ഇടപെടുകയാണ്. ശ്രീ മാത്യു കുഴൽനാടൻ MLA കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, ട്രംപിനെ ഇന്ത്യൻ ഭരണകൂടം ഭയപ്പെടുന്നുണ്ടോ? എന്തിനാണ് ട്രംപിന്റെ എല്ലാ നിബന്ധനകളും ഇന്ത്യ അനുസരിക്കേണ്ടി വരുന്നത്? ഒരു കാരണവശാലും ഇല്ല. പക്ഷേ ഇതൊരു യഥാർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളുടെയും അനിവാര്യത നല്ല നിലയിൽ നിലനിൽക്കുക എന്നുള്ളത്. പക്ഷേ ഇതിപ്പോ വൺ സൈഡഡായി ട്രംപ് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ട്രംപിന്റെ അവകാശവാദങ്ങൾ, ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകണം എന്ന നിലയിലേക്ക് ഇതിന്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലുള്ള ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. ബന്ധങ്ങൾ കാര്യമായിട്ടുള്ള ഒരു മാറ്റം ഇതിൽ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ താരിഫ് വിഷയത്തില് ഒരു പക്ഷേ നമ്മുടെ മുന്നിലുള്ള ഒരു മോഡൽ ഇപ്പോൾ ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡവും തമ്മിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സമഗ്ര വ്യാപാര കരാറാണ്. സമാനമായ രൂപത്തിൽ ഒരു കരാറ് രൂപപ്പെടുത്തുന്നതോടുകൂടി വ്യാപാര ബന്ധത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കൂടുതൽ സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് ദീർഘകാലത്തേക്ക് ഇന്ത്യ അമേരിക്ക ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാൻ കഴിയുകയുമില്ല. അതിന്റെ കാരണം ഇന്ന് ആഗോളീകരണം ഒരു അമേരിക്ക അതിൻ്റെ അകത്ത് പിന്നോട്ട് പോവുകയാണ്, WTO നിന്ന് പിന്നോട്ട് പോകുന്നത്. അതുപോലെ യുണൈറ്റഡ് നേഷൻസ് ഒരു പാവയായി ഒരു NGO ആയി മാറി എന്നുള്ളതൊക്കെ വാസ്തവമാണെങ്കിലും ഈ ലോകത്തിലെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധവും ലോകത്തിലെ വിവിധ സമ്പത്ത് വ്യവസ്ഥകളും തമ്മിൽ ആന്തരികമായി ശക്തമായ ഇന്റഗ്രേഷൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇനി അതിനകത്തുനിന്ന് ഒരു സമ്പൂർണമായ പിന്നടത്തം ഒന്നും സാധ്യമല്ല. ഒരുപക്ഷെ ഒരു ഉത്തര കൊറിയയ്ക്കൊക്കെ അത് പറ്റിയേക്കാം. ലോകത്തിലെ ഒരു മേജർ ഇക്കണോമിക്കും ഇപ്പോൾ പരസ്പര ആശ്രിതത്വം നിലനിർത്താതെ വികസിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കില്ല. അതല്ലെങ്കിൽ ഒരു അടഞ്ഞ ഇക്കണോമി ആയിട്ട് മാറണം. അങ്ങനെ ലോകത്തിലെ മേജർ ഇക്കണോമിക്സിൽ ഇപ്പൊ ബ്രിക്സ് രാജ്യങ്ങൾ റഷ്യയുമായുള്ള ചരിത്രപരമായ ഒരു ബന്ധത്തേക്കാൾ ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി എന്ന് പറയാവുന്ന US-ഉമായ ഒരു ബന്ധത്തിന് മുൻഗണന നൽകണോ? അല്ല, ഈ റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ രണ്ട് തലങ്ങളുണ്ട്. റഷ്യയുമായിട്ടുള്ള നമ്മളുടെ പ്രധാനപ്പെട്ട സഹകരണം ആയുധ മേഖലയിലാണ്. ആയുധ മേഖലയിൽ വലിയ സഹകരണം നമുക്കുണ്ട്. അതുപോലെ ന്യൂക്ലിയർ എനർജിയുടെ മേഖലയിൽ പരസ്പരം സഹകരിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ AI ഡെവലപ്പ് ചെയ്യുന്ന മേഖലയിൽ സഹകരിക്കുന്നു. അപ്പൊ ഈ മേഖലയിൽ യഥാർത്ഥത്തിൽ അമേരിക്കൻ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പം റഷ്യയെ മാറ്റി നിർത്തി അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം അതാണ്. ലോകത്തിൽ ഇന്ത്യ ഏറ്റവും അധികം ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇപ്പോഴും റഷ്യയിൽ നിന്നാണ്. റഷ്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം തുടങ്ങി ഇന്ത്യയും റഷ്യയും സംയുക്തമായി ഡെവലപ്പ് ചെയ്ത ബ്രഹ്മോസ് എന്ന ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ മീഡിയം റേഞ്ച് മിസൈലുകളിൽ ഒന്നാണ്. അപ്പോൾ അങ്ങനെ ആ മേഖലയിലുള്ള സഹകരണത്തെ അമേരിക്ക വെച്ച് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു സമ്മർദ്ദതന്ത്രം. ഇപ്പോൾ തന്നെ Su-57 എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് തരാൻ മാത്രമല്ല ഇന്ത്യയിൽ അതിന്റെ ഉൽപാദനം നിർവഹിക്കുവാനും അതിന്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് തരാനും റഷ്യ തയ്യാറാണ്. അതേസമയം ഈ 5ാം തലമുറ യുദ്ധവിമാനമായിട്ടുള്ള F-35 അത് അമേരിക്കയിൽ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് കോഡ് ഒരു സാധനവും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അതിന്റെ ഉപയോഗം നമുക്ക് നടത്താം എന്നല്ലാണ്ട് മറ്റെല്ലാ കാര്യങ്ങൾക്കും സ്പെയർ പാർട്സിനും ഒക്കെ വീണ്ടും അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ ഈ ആയുധ മേഖലയിലും പ്രതിരോധ മേഖലയിലും റഷ്യയുമായിട്ട് നമ്മളുടെ സഹകരണം അത് ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡ് ആണ്.
നമുക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും നമുക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യയും തന്ത്രപരമായ സഹകരണവും റഷ്യയുമായിട്ട് വളരെ സ്മൂത്തായി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതേസമയം അമേരിക്കയുമായിട്ട് വ്യാപാര മേഖലയിലും മറ്റിതര മേഖലയിലുമുള്ള സഹകരണം സമാന്തരമായി കൊണ്ടുപോകുന്നു. ഇത് ഒന്നിനെ മാറ്റി മറ്റൊന്ന് എടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ലോകത്തിൽ ഒരു രാജ്യത്തിനും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ അതിന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് രാജ്യമാണ്. അമേരിക്കയും അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്ത് രാജ്യമാണ്. അമേരിക്ക പറയുന്നത് പോലെ ഇപ്പം ജോർജ് ഡബ്ല്യു ബുഷ് 2001 വാർ അഗൈൻസ്റ്റ് ടെററിസം, ഇന്റർനാഷണൽ വാർ അഗൈൻസ്റ്റ് ടെററിസം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എയ്തർ യു ആർ വിത്ത് അസ് ഓർ യു ആർ അഗൈൻസ്റ്റ് അസ് എന്നാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കാത്തവരെല്ലാം ഞങ്ങളുടെ ശത്രുക്കളാണ്. നിങ്ങൾക്ക് 2 ഓപ്ഷനേ ഉള്ളൂ, ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുവാകുക. ഈ പറയുന്ന സംഗതി മലയാളത്തിൽ നമ്മൾ വെട്ടൊന്ന് മുതലുണ്ടെന്ന് പറയും. ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ അസാധ്യമായ കാര്യമാണ്. അപ്പോ ചൈനയുമായിട്ട് ഇന്ത്യയുടെ ശത്രു രാജ്യം എന്ന നിലയിൽ സംഘർഷമുണ്ട്. പക്ഷെ ഇന്ത്യ ചൈന ബന്ധങ്ങളെ പോലും പല നിർണായക ഘട്ടത്തിലും റെഗുലേറ്റ് ചെയ്യുന്നതിൽ റഷ്യ വഹിച്ചിട്ടുള്ള പങ്ക് പ്രധാനമാണ്. ഇപ്പോൾ വുഹാൻ സ്പിരിറ്റ്, ചെന്നൈ കണക്ട് ഒക്കെ നമുക്കറിയാം. അപ്പൊ ഈ വുഹാൻ സ്പിരിറ്റിൽ നിന്ന് ചെന്നൈ കണക്റ്റിലെത്തി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങൾ അനൗപചാരിക ഉച്ചകോടിയിലൂടെ പരിഹരിക്കുന്നതിനുള്ള മേൽക്കൈ മുഴുവനും എടുത്തത് റഷ്യയാണെന്ന് കാണണം. ഇപ്പോൾ വന്നിട്ടുള്ള ഈ മാറ്റങ്ങളിൽ തന്നെ കഴിഞ്ഞ ഷാങ്ഹായ് ഉച്ചകോടി മീറ്റിംഗിൽ പുതിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ ചർച്ചകൾക്ക് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. അപ്പോൾ നമ്മുടെ അയൽരാജ്യം കൂടിയാണ്, അയൽരാജ്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് അതിർത്തികളില്ലെങ്കിൽ നമ്മുടെ അയൽരാജ്യം കൂടിയാണ് റഷ്യ. അപ്പോൾ ഈ റഷ്യയെ പൂർണ്ണമായി ശത്രുപക്ഷം നിർത്തുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതിന്റെ ആവശ്യം ഇന്ത്യക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ റഷ്യയുമായിട്ടുള്ള സാമ്പത്തിക സഹകരണവും വിശിഷ്യ പ്രതിരോധ മേഖലയിലുള്ള സഹകരണവും ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകും. അത് ഒഴിവാക്കേണ്ട ഒരു കാര്യവുമില്ല. അതേസമയം സമാന്തരമായി അമേരിക്കയുടെ ടെക്നോളജി നമുക്ക് വേണം, അമേരിക്കയുടെ അത്യന്താധുനികമായ സാങ്കേതിക വിദ്യ, ഈ മേഖലയിലൊക്കെ നമുക്ക് സഹകരണം ആവശ്യമാണ്. അത് ആ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അത് തന്നെയാണ് കരണീയമായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഒരു മാറ്റം ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന വിദേശ നയത്തിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം തീർന്നിരിക്കുകയാണ്. അമേരിക്ക പുതുതായി ഏർപ്പെടുത്തിയ താരിഫുകൾ ഇന്ത്യക്ക് സങ്കീർണമായൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. താരിഫുകൾ വെറും ഒരു വ്യാപാര പ്രശ്നമല്ല. അവ ഇന്ത്യയുടെ വിദേശ നയത്തിനും റഷ്യയുമായുള്ള ദീർഘകാല ബന്ധത്തിനും നേരിട്ടുള്ളൊരു വെല്ലുവിളിയാണ്. ഇന്ത്യയുടെ പ്രതികരണം ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭാവിയെ മാത്രമല്ല, അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള ക്രമത്തിൽ അതിൻ്റെ സ്ഥാനത്തെയും നിർവചിക്കും. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത മാത്യു കുഴൽനാടൻ, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഡോക്ടർ PJ വിൻസെൻ്റ്, ഡോക്ടർ KN രാഘവൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം.